ക്രിസ്മസ് ഒക്കെ ആയിട്ട് ഒരു സ്നീക്കേഴ്സ് എടുക്കാമെന്ന് വെച്ച് വന്നതാണ്. അപ്പോൾ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കണം. ഇതിൻ്റെ ജോർഡൻസ് ബ്ലാക്ക് ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. നമ്മൾ ഫുഡ് ലോക്കറിലാണുള്ളത്. ഏതെങ്കിലും ഒരു സാധനം എടുത്തിട്ട് പോകണം. പ്യൂമയുടെ ലാമെല്ലാം ഉണ്ട് ഇവിടെ. വെറൈറ്റി ആയിട്ടുള്ള രണ്ട് കളേഴ്സിലുണ്ട്. ഇഷ്ടംപോലെ സാധനങ്ങളുണ്ട്. ഇത് ഇഷ്ടപ്പെട്ടു, പിന്നെ ഇത് ഇഷ്ടപ്പെട്ടു. അതിൽ ഏതെങ്കിലും ഒരെണ്ണം പഠിക്കണം. ഇതിന് $175. ഇതിന് $175. പിന്നെ ഉള്ളത് ഈ കൈൻഡ് ഓഫ് ജോർഡൻസ് ആണ്. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം എടുത്തിട്ട് നമ്മളിന്ന് ഇവിടുന്ന് പോകും. പിന്നെ കണ്ടത് നമ്മുടെ ഈ ഒരു മോഡലാണ്. ഇത് ജോർഡൻ MVP. ഇതിന് അഡീഷണൽ 25% ഓഫ് ഉണ്ട്. ഇത് വെറൈറ്റിയാണ്. പിന്നെ ജോർഡൻസ് നമ്മൾ മര്യാദയ്ക്ക് നോക്കിയില്ലെങ്കിൽ സാധനം, ഞാൻ ഈ ജോർഡൻസ് മേടിച്ചിട്ട് 1 വർഷമായിട്ടുള്ളൂ. പക്ഷെ എൻ്റെ അവസ്ഥ കണ്ടില്ലേ, പൊളിഞ്ഞ് പൊപ്പടായി. ഇതൊക്കെ ഭയങ്കര റഫ്യൂസ് ആയിരുന്നു. മഞ്ഞത്തെ വെയിലത്ത് മഴത്തൊക്കെ ഇട്ടിടന്നിട്ടാണ് ഇത് ഈ അവസ്ഥയിലായത്. ഈ ഒരു 4 ഞാൻ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് വെച്ചാണ്. ഈ 4 ഏതെങ്കിലും ഒരെണ്ണം എടുക്കണം. ഇത് വെറൈറ്റിയാണ്, ഇതും എല്ലാം വെറൈറ്റിയാണ്. എല്ലാം കണ്ടിട്ട് എല്ലാം മേടിക്കണം തോന്നുന്നുണ്ട്. പക്ഷേ എല്ലാം മേടിക്കണോ? ഇതാണെന്ന് തോന്നുന്നു എനിക്ക് കുറച്ചും കൂടി അങ്ങോട്ട് ഒരു വെറൈറ്റി ആയിട്ട് നിൽക്കുന്ന സാധനം തോന്നും. അപ്പോൾ മിക്കവാറും നമ്മൾ ഇത് അല്ലെങ്കിൽ ഇതെടുക്കും. കൺഫ്യൂഷനായല്ലോ. അതിൻ്റെ നമ്മൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് തന്നെ ഈ ഒരു സ്നീക്കേഴ്സ് സെലക്ട് ചെയ്ത് ഇതിൻ്റെ സൈസ് 11 ചോദിക്കണം. ഇതിന് എത്രയാണ്? $175. ആഫ്റ്റർ ടാക്സ് എനിക്ക് തോന്നുന്നു $200 കിട്ടായിരിക്കും. താങ്ക്സ് ഫോർ ദ സ്പോൺസർ. നമ്മൾ ബാക്കി എടുത്ത സാധനങ്ങളൊക്കെ നമ്മൾ തന്നെ തിരിച്ച് വയ്ക്കണം. നമ്മൾ കൾച്ചറലായിട്ട് നമ്മൾ പെരുമാറണം ഇവിടെ പോയാലും അല്ലേ. നമ്മളങ്ങനെ ഈ സാധനം എടുത്തിട്ട് നമ്മൾ നേരെ വിടാണ് ജോർഡൻസ്. കുറേ നാളായി ഷൂ ഒക്കെ മേടിച്ചിട്ട്. അപ്പോൾ ഈ വർഷത്തെ അവസാനത്തെ മാറ്റമായ ഷൂ ആയിരിക്കട്ടെ. ഈ ഷൂസ് പറഞ്ഞാൽ ലേസ് ഇല്ലാണ്ടാണ്. അപ്പോൾ നമുക്ക് പുള്ളിക്കാരൻ നമുക്ക് ലേസ് ചെയ്ത് തരുന്നുണ്ട്. നമ്മൾ ജോർഡൻ 1 AJ1 മിഡ് എടുത്തിട്ടുണ്ട്. $197 ആഫ്റ്റർ ടാക്സ്. സാധനം നമ്മൾ കിട്ടി. എനിക്ക് അതിൻ്റെ ബോക്സ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള ജോർഡൻ്റെ ചിറകൊക്കെ ആയിട്ടുള്ള ഒരു കിടിലൻ ബോക്സാണ്. സംഭവം എന്തെങ്കിലും കലക്കി.